Hello guys, this is me Srivisha. ZLT presents Zamaka Season 2 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അരിയിൽ UP സ്കൂളിലാണ്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിന്നായാലോ കുട്ടികളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്, അങ്ങോട്ട് പോവാ അല്ലേ? ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ HM ആണുള്ളത്. HM ഒന്ന് പരിചയപ്പെടാം. ഹായ് മാം. ഹലോ, മാമിന്റെ പേരെന്താ? എൻ്റെ പേര് ടെസ്സി ആൻ്റണി. എത്ര കാലമായി ഇവിടെ HM ആയിട്ട് വർക്ക് ചെയ്യുന്നു? HM ആയിട്ട് ഞാൻ 5 വർഷം. 2019 ഇവിടെ HM ആയിട്ട് ചാർജ് എടുത്തത്. അതിന് മുന്നേ 2 വർഷം ഇവിടെ അധ്യാപികയായിട്ടുണ്ടായിരുന്നു. 2017 മുതൽ ഞാൻ ഈ വിദ്യാലയത്തിൽ വർക്ക് ചെയ്ത് വരികയാണ്. ആണല്ലേ. സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സ്കൂളിനെ പറ്റി പറയുമ്പോൾ വളരെയേറെ അഭിമാനമുണ്ട്. ഇങ്ങനെയൊരു വിദ്യാലയത്തിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിലെ വളരെ സന്തോഷമായ ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കിയാണ്. നമ്മളുടെ വിദ്യാലയം കണ്ണൂർ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് ഇത്. തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലയിൽ, നമ്മളുടെ ഈ ഉപജില്ലയിലെ തന്നെ നല്ല പ്രശസ്തമായ, ഏറ്റവും പ്രശസ്തമായ ഒരു വിദ്യാലയമാണ്. അതുപോലെ തന്നെ പട്ടുവം പഞ്ചായത്തിലെ തന്നെ മികച്ച ഒരു UP സ്കൂളായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഒരു വിദ്യാലയത്തിൽ പ്രധാന അധ്യാപികയായി ഇരിക്കുക എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം, അതോടൊപ്പം തന്നെ അഭിമാനമുള്ള നിമിഷങ്ങളാണ്. ഇന്നിവിടെ വിളവെടുപ്പൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ PTA നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ജൈവ പച്ചക്കൃഷി തോട്ടമാണിത്. കൃഷി വകുപ്പിൻ്റെ സഹകരണമുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നമ്മളുടെ PTA പ്രസിഡന്റ് സുബൈറെ, വൈസ് PTA പ്രസിഡന്റ് പ്രമോദ്, മദർ PTA പ്രസിഡന്റ് ലിജിന, അതോടൊപ്പം തന്നെ PTA അംഗങ്ങളായ ബാബുവിൻ്റെയും അതോടൊപ്പം തന്നെ പ്രജിഷ, അവരാണ് പ്രധാനമായിട്ട് ഇതിനെല്ലാ നേതൃത്വങ്ങളും നൽകിയിട്ടുള്ളത്. അവർ 2 പേരാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചിട്ടുള്ള ഒരു പാഠം കൂടെ പഠിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ. ഹലോ 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 അറിയില്ല? ഹലോ ഹലോ ഉഷാറാണോ? ഉഷാറാണ്. എന്താ രാവിലെ കഴിച്ചേ? രാവിലെ എന്താ ഫുഡ് കഴിച്ചേ? ഇതാണോ എല്ലാവർക്കും അല്ലേ? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല? എടാ, ഒന്നും കഴിക്കണ്ടാണോ വന്നേ? ഞാന് ദോശ കഴിച്ചിട്ടാ വന്നേ അല്ലേ? ഞാൻ്റെ പേരെന്താ? ആദു കേട്ടോ പേര്? എൻ്റെ പേര് ആദു അല്ലേ? ആണ്. നിങ്ങളെന്താ കഴിച്ചേ? അപ്പമാണോ കഴിച്ചത്? അവിടെയോ? ഇവിടെ എന്താ കഴിച്ചേ? ഉപ്മാവ്. എന്താ ഒന്നിട്ട് പറഞ്ഞേ? ഉപ്പാവ്. ക്യൂട്ടാതല്ലേ? പേരെന്താ? ആണോ? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ നിങ്ങള്? കൈ പിടിച്ച് നിക്കുന്നേ ബെസ്റ്റ് ഫ്രണ്ട്സാ? ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആരാ ഈ കൂട്ടത്തിൽ നന്നായി പാട്ട് പാടുന്നേ? നന്നായി പാട്ട് പാടും. ടീച്ചർ ഒന്നിച്ച് പാടിയാലോ? ഏത് ടീച്ചറെ വിളിക്കണ്ടേ? ആരാ? പ്രിയ ടീച്ചർ ആരാ? ഞാൻ തന്നെയല്ലേ? പ്രിയ ടീച്ചറായിട്ട് പാട്ട് പഠിപ്പിക്കാം അല്ലേ? ടീച്ചർ ഇങ്ങ് വരും. ടീച്ചറുടെ പേര് പ്രിയ. എവിടുന്നാ വരുന്നേ? ഇതിന്റെ അടുത്ത് തന്നെയാണ്. എത്ര കാലമായി ഇവിടെ? 8 വർഷം. എന്താണ് സ്കൂളിനെ പറ്റി, കുട്ടികളെ പറ്റി പറയാനുള്ളത്? കുട്ടികൾ ഇപ്പൊ വരുന്ന കുട്ടികളെല്ലാം നല്ല ന്യൂജൻ പേരൻസ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മാർട്ടായ കുട്ടികളാണ്. അപ്പം എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് പോകുന്നു. സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല സ്കൂളാണ്, നല്ല HM, എല്ലാവരും നല്ല ടീച്ചേഴ്സാണ്, മാനേജ്മെന്റ്. അപ്പൊ ടീച്ചറെ കൂടെ ഏത് പാട്ടാ പാടുക? ഏത് പാട്ടാ ടീച്ചറെ കൂടെ പാടുന്നേ? റോറോ. അപ്പൊ കേക്കാം അല്ലേ? റോറോ row the boat gently down the stream, merrily, life is but a dream. I see the moon and the moon sees me. God bless the moon and God bless me. Lie on the floor.
താങ്ക് യു ടീച്ചർ. ഇഷ്ടായോ? ഇനി ആരെ എനിക്ക് ഒറ്റക്കൊരു പാട്ട് പാടിത്തരാൻ പോന്നേ? നിങ്ങൾ ട്വിൻസ് അല്ലേ? ആണ്, ട്വിൻസും. ഞാൻ ഇതന്നെയല്ലേ അവിടെയും കണ്ടത്, ട്വിൻസാണ്. ട്വിൻസ് എന്തെങ്കിലും വന്നേ, രണ്ടാളും ഒന്നിച്ചൊരു പാട്ട് പാടുവോ? ഏത് അടിയാവോ ഈശ്വര, ഏത് പാട്ടാ? കഴിഞ്ഞോ? താങ്ക് യു. ഒന്ന് വന്നേ പോവല്ലേ. നിങ്ങൾ അടി കൂടാറുണ്ടോ? ഇല്ല. പേരെന്താ? മുത്തോ? പേരെന്താ? ചക്കര. അയ്യോ, ചക്കര മുത്താണ് കേട്ടോ നമ്മൾ ഒന്നിച്ചുള്ളത്. ചക്കര മുത്തം തന്നെയാണ് ശരിക്കുള്ള പേര്? ആണ്. അടിപൊളി. ആരാ പേരിട്ടെ? അമ്മയാണോ? വീട്ടിൽ നിന്ന് എന്താ അടി കൂടാത്തെ? നിങ്ങൾ ഭയങ്കര സ്നേഹ? ഇവർ ഭയങ്കര സ്നേഹാണോ? എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലേ. താങ്ക് യു. ഒന്നിച്ച് നിക്കാറില്ല? നിക്കാറുണ്ട്. ചക്കരി മുത്തു നല്ല രസമുണ്ടല്ലേ. വേറെ ആരാ വരുന്നേ? വേറെ വന്നേ. പേരെന്താ? ഏത് പാട്ടാ പാടത്തരാ? താങ്ക് യു. നമുക്ക് അടുത്ത ടീച്ചറെ വിളിച്ചാലോ? ആ ടീച്ചർ ഒന്നിങ്ങ വന്നേ. അങ്ങനെ നമ്മൾ ആരെയും വിടലല്ലോ അല്ലേ? അല്ലേ? പാട്ട് പാടാൻ വന്നതാണോ? പാട്ട് പാടാട്ടോ. ടീച്ചർ വന്നേ. ടീച്ചർ പേര്? ജിഷ. ജിഷ ടീച്ചർ. എവിടുന്നാ വരുന്നേ? പറപ്പൂല്. ആണോ? എത്ര കാലം ഇവിടെ? 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആദ്യം കമ്പ്യൂട്ടർ ടീച്ചറായിട്ടായിരുന്നു വന്നത്. ഇപ്പോൾ KG സെക്ഷനിലേക്ക് വന്നല്ലേ? ഓക്കെ. സ്കൂളിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സ്കൂളിനെ കുറിച്ച് നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. ഞാൻ പഠിച്ച സ്കൂളാണ്. ആണോ? അപ്പൊ കുട്ടികളൊന്നും വെച്ചൊരു പാട്ട് പാടുന്നു. കുട്ടികളും വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ടീച്ചറെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചാലോ? എന്നാലും അല്ലേ, രണ്ടുപേര് കുട്ടികൾ പാടും. ഓക്കെ. കാട്ടിലുണ്ടൊരു മേലാങ്കം, നാട്ടുകാരന്നു വീട്ടുകാരന്നു, കേട്ടവരൊക്കെ വിരുന്നു വന്നു. അരിയുമായി ചുണ്ടരി വന്നു, വിറകുമായി ആനയും വന്നു, വെച്ചു വിളമ്പാൻ നീച്ചയും വന്നു, വേവ് നോക്കാൻ പൂച്ചയും വന്നു. വെച്ചു പായസം വെച്ചു, പച്ചടി കിച്ചടി എല്ലാം വെച്ചു. എല്ലാവരും കിട്ടി, എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടിയില്ല. താങ്ക് യു. അപ്പൊ ഇതാ മക്കളെല്ലാം റെഡിയായി നല്ല അടിപൊളി സെറ്റപ്പ് നിന്നിട്ടുണ്ടല്ലേ? ആണോ? ഉഷാറാണോ എല്ലാരും? ഈ ഉഷാർ ലാസ്റ്റ് വരെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്താ ഉണ്ടാവൂലടാ? എന്താ നിനക്ക് സംശയം ഉണ്ടോ? ചിരിക്കൂല? നല്ല ചിരി കൊടുത്തേ. നാണാണോ നിനക്ക്? സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ? പിന്നെ ശരിയാവും അല്ലേ? ശരിയാവും. പിന്നെ ആരാണ് നിൽക്കുന്നില്ല? നിങ്ങൾ ഫേവറേറ്റ് ടീച്ചർ ആരാ? ഒരാൾ ബാക്കോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ബുദ്ധിപരമായി നീങ്ങുന്നത്. എന്നാലും ഒരാളെ ഒന്ന് പറഞ്ഞേ. ഒരാളെ ആരെ പറയും? ആരെയാടാ പറയാ? രണ്ടാളല്ലോ. ഒരാൾ പറഞ്ഞേ. ആർക്കാ പണി കൊടുക്കണ്ടേ? ഇവര് വിടൂലാട്ടാ. അതിലാരെയാ വേണ്ടേ? ശിവ ടീച്ചർക്ക് പണി കൊടുത്താ മതി. അപ്പൊ മറ്റേ ടീച്ചർ ഇരുന്ന് കൈമുട്ട കേട്ടോ. പക്ഷെ വിടാൻ നമ്മൾ ഉദ്ദേശിച്ചില്ല. രണ്ടാളെയും വിളിക്കും. ഫസ്റ്റ് ആരെ വിളിക്കുന്ന ഓപ്ഷൻ കൊടുത്തത് മാത്രം. ടീച്ചർ ഇങ്ങനെ വന്നേ. ശിവ ടീച്ചർ അല്ലേ? നിങ്ങക്ക് ഞാൻ തരാന്ന്. പിള്ളേരുടെ കാര്യത്തിലൊരു തീരുമാനമായി അല്ലേ? ടീച്ചർ ടീച്ചറുടെ പേര് ഷീബ അല്ലേ? എത്ര കാലമായി ഇവിടെ? ഇവിടെ ഇപ്പൊ 2 വർഷം. 2 വർഷമായി. ഓക്കെ. കുട്ടികൾക്ക് എന്താ കൊടുക്കാൻ പോന്നെ? കുട്ടികൾക്ക് ഞങ്ങൾ കൊടുക്കണം. ഇപ്പല്ല നമ്മൾ പോയതിനു ശേഷം. അതെല്ലേ? അവരെ ഞാൻ എന്താ ചേർത്ത് പിടിക്കും. അതിൽ നിന്നും മാറ്റിപ്പിടിച്ചോട്ടോ. ടീച്ചർ ഇങ്ങനെ അവര് പ്രത്യേകിച്ച് എന്റെ പേര് പറഞ്ഞല്ലോ. അപ്പം പ്രത്യേകിച്ച് അവിടെ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു പേര് ശിവ ടീച്ചർ എന്നുള്ളത്. അതിൽ സന്തോഷിക്കുന്നല്ലേ? തീർച്ചയായിട്ടും. ടീച്ചറെ വിളിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയാ കുട്ടികളെന്ന് വെച്ചാൽ പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ? പാടാം.
ആ ടീച്ചർ വൈബായിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചൊന്ന് പുഷ് ചെയ്യേണ്ടി വല്ല ഗെയിം കൊടുക്കണമെങ്കിൽ മനസ്സിന് ആലോചിക്കരുത് എന്താ ചെയ്യേണ്ടത്. ടീച്ചർ വന്നു. ഏത് പാട്ടാ പാടുന്നേ? നമ്മുടെ പാഠഭാഗത്തിലെ പാട്ട് തന്നെ പാടാം. ഓക്കെ, ടീച്ചർ പാടിക്കോ. പാടും പുഴകളും തോടും പാട്, എല്ലാവരും പാട്. കാട്ടുചോലയുമാമണിമേടും വെള്ളി അരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമാലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കുളി എൻ്റെ കേരളം എന്തൊരു ഭംഗി, എൻ്റെ കേരളം എന്തൊരു ഭംഗി. ടീച്ചറും കുട്ടികളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ടീച്ചർ. വന്നപാട് കുട്ടികൾ ഒന്നിച്ച് പാടിയത്. താങ്ക് യു. സന്തോഷായോ? ഇനി അടുത്ത ആരാ പാടത്തിടാൻ വരുന്നേ? ഞാൻ ഉദ്ദേശിച്ചത് ഇവരുടെ ഇടയിൽ ആരാ പാടുവന്ന്. അപ്പാട് ഡെൽസി ടീച്ചർ. ടീച്ചർ വന്നേ. എല്ലാവരും പാടും, ടീച്ചറും പാടും. ടീച്ചർ പോയി വിട്ടെന്ന് വിചാരിച്ചതാ. ഡെൽസി ടീച്ചർ അല്ലേ? ഡെൽസി ടീച്ചർ. ടീച്ചർ എവിടുന്ന വരുന്നേ? ഞാൻ തൃശ്ശൂർത്തുനിന്ന്. ആണോ? എത്ര കാലം ഇവിടെ? 2 വർഷം. 2 വർഷം. എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? വളരെ സന്തോഷം. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. എന്റെ ചെറിയ കുട്ടികളുടെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയാണ് ഞാൻ ഈ 2ാം ക്ലാസ്സിൽ എടുക്കുന്നത്. ഞാൻ ഒത്തിരിയേറെ ഈ ജോബ് എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ കൂടെ ആയിരിക്കുന്നത് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. സന്തോഷം. സന്തോഷം. ടീച്ചർ എന്ന് വെച്ച് പാട്ട് പാടണ്ടേ? ഏത് പാട്ടാ ടീച്ചറെ? പഠിക്കോളൂ. അങ്ങനെ വിടില്ലല്ലോ. പാട്ട് പാടാറില്ല, അതുകൊണ്ട് അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അവര് പഠിക്കോളൂ. അങ്ങനെയാണോ വേണ്ടത്? അല്ലല്ലോ, ടീച്ചർ ഒന്നിച്ച് പാടണ്ടേ? പാടൂലേ ടീച്ചറ്? നമുക്ക് ശ്രീബാലയെ കൊണ്ട് നല്ലൊരു ആക്ഷൻ സോങ് പാടിപ്പിക്കാം. ശ്രീബാല ഇതല്ലേ? പക്ഷെങ്കിൽ ശ്രീബാലയെ കൊണ്ട് പാടിക്കാം. നമുക്കൊരു ഗെയിം കൊടുത്താലോ മോളെ? എന്നാല് ഗെയിം ഞാനും നമ്മള് പേരുന്നത് ശ്രീബാല. എന്നാൽ രണ്ടാളും കൂടി ടീച്ചർക്ക് ഒരു ഗെയിം തരും. റെഡി മോളെ? ഞാൻ ടീച്ചർക്ക് ഒരു അക്ഷരം തരും. പോട്ടെ, ശ്രീബാല ഒരു അക്ഷരം തരും. ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ അക്ഷരം തുടങ്ങുന്ന ആൻസർ മാത്രമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി അല്ലേ? എല്ലാം റെഡി അല്ലേ? അപ്പൊ ശ്രീബാല ഒരു അക്ഷരം കൊടുത്തേ. മൈക്ക് അടിച്ചോളൂ. നമ്മള് ഇനി അറ്റാക്ക് ചെയ്യല്ലേ നമ്മളെ? ഏതൊരു ക്വസ്റ്റ്യൻ വെച്ചോ ടീച്ചർ എടുക്കാം. എന്നാ പേര്? എടാ മായ. അത് ചോദിക്കേ. രാവിലെ എന്നാ കഴിച്ചേ? കൊള്ളാം. മലര്. മലര്. ചോദിച്ചോ, അടുത്ത ചോദിച്ചോ. എവിടെയാ പോയേ? മാമൂട്. എവിടെന്നാ വരുന്നേ? എവിടുന്നാ വരുന്നേ? മലപ്പുറം. അടുത്ത ചോദിക്കും. അറ്റാക്ക് ചെയ്യും നല്ലോണം. എന്തിനാ ഇവിടെ വന്നേ ചോദിക്കും. എന്തിനാ ഇവിടെ വന്നേ? മാനിനെ പിടിക്കാൻ. മാൻ എവിടെ ചോദിക്കേ. ചോദിക്കേ. നല്ല അറ്റാക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ. മാനെവിടെ? മാനെവിടെ? അവരല്ല ഇവിടെ. മാനെവിടെ? മാൻകൂട്ടിൽ. മാൻകൂട്ടിൽ. അടുത്ത ചോദിക്കുന്ന അടന്നില്ലേ? അവിടെ മരം. അവിടെ മരം. നമ്മള് ജയിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച്. നല്ല ഹെയർ ആണല്ലോ. അപ്പൊ പാട്ട് പാടുമല്ലേ? സന്തോഷായോ? ഇനി ക്ലാസ്സിലെത്തിക്കാൻ ഇതിലും സന്തോഷാവും കേട്ടോ. മൈക്കിതാ പാടിക്കാം. Ring the bell and clap, clap, clap. Clap, clap, clap. Clap, clap, clap. Ring the bell and clap, clap, clap. Sing with me today. Wave your hands and clap, clap, clap. Clap, clap, clap. Clap, clap, clap. Wave your hands and clap, clap, clap. Sing with me today. Stamp your feet and clap, clap, clap. Clap, clap, clap.
sing with me today. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഒരു സോങ് കേട്ടാലോ? സോങ് ആണോ? ആ കേട്ടാലോ. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസ്വാന്തനം. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്തനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്നു നിസ്വരം. ഓ നിസ്വരം, കളനിസ്വരം. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്തനം. പീലി നീട്ടി നടമാടിടുന്ന സ്ഥലലേഖലകൾക്കു നീർക്കുടവുമായി. പീലി നീട്ടി നടമാടിടുന്ന വലയേലകൾക്കു നീർക്കുടവുമായി. നാട്ടിലാകെ മാടിടുന്ന തൈതെങ്ങുകൾക്കു നീർതെന്നലേ. നാട്ടിലാകെ നടമാടിടുന്ന പാട്ടുകാരുകൾ ചോലകൾ. അപ്പൊ ഇത് അടുത്ത ടീമിന് കിട്ടിയിട്ടുണ്ട്. എല്ലാരും റെഡിയല്ലേ? എന്നാ നമുക്ക് തുടങ്ങല്ലേ? പോരല്ലോ, തുടങ്ങല്ലേ? ആ അതാ വേണ്ടത്. അപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങനെ പാട്ടുന്ന വേണോ അല്ലെങ്കിൽ ടീച്ചർ എടുക്കുന്ന വേണോ? എന്താ ഉത്സാഹല്ലേ? ആര് വേണം? അവിടെ ടീച്ചേഴ്സിന് ഉത്സാഹം ആ ടീച്ചറെ വിടാൻ തന്നെയാണ്. ടീച്ചർ നിങ്ങൾ വന്നേ. ഈ ടീച്ചറെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. റീൽസ് ചെയ്യുന്ന ടീച്ചറാണ്, ഡാൻസർ ആണ് അല്ലേ സാർ? അല്ലേ? ആണ്. അപ്പൊ ടീച്ചറെ ഇൻസ്റ്റ ഐഡി ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ, എല്ലാരും അറിയട്ടെ. റീൽസ് ഒന്നും കണ്ടിട്ടില്ല. എന്റെ പേര് സനില സജീഷ്. ആ റീൽസ് ഇൻസ്റ്റ ഐഡി അതില്ലല്ലേ? ഇൻസ്റ്റ ഐഡി. അപ്പൊ എല്ലാരും ഒന്നോട് പറഞ്ഞ ടീച്ചറെ. സനില സജീഷ്. സാർ ഓക്കെ അല്ലേ? സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓക്കെ. ടീച്ചർ എവിടുന്ന വരുന്നേ? ഞാൻ ചൂട്ടാട് ബീച്ചിന്റെ അടുത്ത വീട്, പുതിയങ്ങാടി. എത്ര കാലമായി ഇവിടെ? 2 കൊല്ലം കഴിഞ്ഞു. എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഇങ്ങോട്ടുള്ള യാത്ര തന്നെ അടിപൊളിയാണ്. പിന്നെ പുഴകളും നല്ല വയലുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇഷ്ടമാണ്. അപ്പൊ മക്കളെ, ടീച്ചർ റീൽസ് വേണോ, ഡാൻസ് വേണോ, പാട്ട് വേണ്ടാന്ന്, പാട്ട് വേണോ, ഗെയിംസ് വേണോ, ഏത് വേണം? ഡാൻസ് വേണമെന്ന്. ടീച്ചർക്ക് ഒരു മിനി അറ്റാക്ക് ഒക്കെ വന്നു കേട്ടോ. അവിടുന്ന് സാറ് ഡാൻസ്, അവിടുന്ന് ഷാജേട്ട് ആ സാറിന് നമുക്ക് എന്തായാലും പിടിക്കണം കേട്ടോ. ആൾ അടിപൊളി സാറാണ്. അപ്പൊ ഏത് ഡാൻസ് വേണം? ടീച്ചർ ലേറ്റസ്റ്റ് ഹിറ്റായി നിൽക്കുന്ന സാധനം ഏതാ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടീച്ചർ റീൽസ്? പിള്ളേർ ഫാൻസ് ആട്ടോ. ഏത് പാട്ടാ? ഏതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനം? പറ, ടീച്ചറെ കൊണ്ട് ചെയ്യിപ്പിക്കാലോ നമുക്ക്. പറ അല്ലേ? ഹേ പ്രഭു, റെഡി അല്ലേ? ക്യാമറമാൻ റെഡിയാണ്. അരെ ചെയ്യൂലല്ലേ? അപ്പൊ അതാണ് വേണ്ടത്. ഹേ അയ്യോ, അപ്പൊ ഡാൻസ് അല്ലേ? പാട്ട് പാടും. ഏത് പാട്ടാ പാടുന്നേ? പാഠഭാഗമായി ബന്ധപ്പെട്ട പോരെ? മതിയോ? ഹേ പ്രഭു മതിയോ? പ്രഭു അത് മതിയോ? അത് മതിയോ? ഓക്കെ, എന്നാ അത് പാടിക്കാം. നമ്മള് മലയാളത്തിൽ പഠിച്ചില്ലേ? തുള്ളിപ്പാഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടം എന്ന മഴ, കൊള്ളാം ഈ മഴ, കൊള്ളരുത് ഈ മഴ, കൊള്ളാം പെയ്യട്ടെ. അത് പാടാം. ഓക്കെ, പാടണേ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. തുള്ളിക്കുഞ്ഞു വരുന്ന മഴ, തുള്ളിക്കൊരു കുടം എന്ന മഴ, കൊള്ളാം ഈ മഴ, കൊള്ളരുത് ഈ മഴ, കൊള്ളാം പെയ്യട്ടെ. നന്നായിട്ടുണ്ടല്ലേ? എന്നാലും ഒരു ചെറിയ സങ്കടം ഉണ്ടല്ലേടാ ഡാൻസ് ചെയ്യാത്തതില്. കൂടുതൽ സങ്കടം സാറിനല്ലേ? ഒറ്റ സ്റ്റെപ്പ് ടീച്ചർ, ഒറ്റ സ്റ്റെപ്പ് കേട്ടോ. കാവാലേന്ന് ഒറ്റ സ്റ്റെപ്പ് ടീച്ചർ. സാർ അങ്ങനെ പറയുമ്പോ അപ്പൊ ഏട്ടോ ഒന്ന് സോങ് ഇടുവോ?
ആ ഒരു സോങ് ഇടുവോ ഒന്ന്, ഞാൻ കേൾപ്പിച്ചിടാം. അപ്പൊ ഡാൻസ് കാണാല്ലേ? റെഡി? താങ്ക് യു. എന്തായാലും പറഞ്ഞപാട് കളിച്ചല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പൊ ക്വസ്റ്റ്യൻസ് നേടാൻ വേണ്ടി കുട്ടികൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. നിങ്ങൾ റെഡിയാണോ? കുസൃതി ചോദ്യം ഇഷ്ടാണോ? ആൻസർ അറിഞ്ഞവർ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് ഞാൻ മൈക്കിൽ നിന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, വിളിച്ചു പറയരുത്. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം. വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം. ഇനി ഒന്ന് എന്താ? അല്ല. അറിയോ? ഇത് നിങ്ങൾ കുടിക്കുന്നൊരു സാധനം. ഞാൻ ക്ലൂ തന്നേ. അറിയോ? ഇനി വന്നേ. വെള്ളമല്ല. അറിയോ? വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം. സംഭാരം. കറക്റ്റ് ആൻസർ, സംഭാരം. ക്ലാപ്പ് ചെയ്ത്. പേരെന്താ? ഹംന ഫാത്തിമ. കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതട്ടെ. ആദ്യ തുരങ്കം ഉണ്ടാക്കിയത് ആര്? ആദ്യ തുരങ്കം ഉണ്ടാക്കിയത് ആര്? ആരാടാ? ആലോചിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ. അവിടുന്ന് പറഞ്ഞെടുക്കാൻ പ്ലാൻ ഉണ്ടോ? അറിയോ? ആദ്യ തുരങ്കം ഉണ്ടാക്കിയത് ആര്? ആരാറിയോ? ഞാൻ പറയട്ടെ? നിങ്ങൾക്കറിയോ? ബാബു സർ അറിയോ? അയ്യോ ഇല്ലേന്നൊക്കെ. പെരിച്ചാഴി. അവിടുന്ന് കൈയൊക്കെ മുട്ടുന്നുണ്ട്. എന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ? ഏറ്റവും വലിയ ഹാൾ. ഡൈനിങ് ഹാളൊന്നല്ല. ഏറ്റവും വലിയ ഹാൾ. താജ്മഹൽ എന്നല്ല. അറിയോ? ഏറ്റവും വലിയ ഹാൾ എന്താ? അറിയോ? നിങ്ങൾക്ക് ലീവൊക്കെ കിട്ടുന്ന സംഭവം ഇത്. അറിയോ? എന്നിട്ടും അറിയില്ലേ? കറക്റ്റ് ആൻസർ ഹർത്താൽ. ക്ലാപ്പ് ചെയ്തേ. പേരെന്താ? മരിയ സലിൻ. അടിപൊളി. അടുത്ത ചോദിക്കട്ടെ. കയറാൻ പറ്റാത്ത കാർ. മഴക്കാർ. കറക്റ്റ് ആൻസർ. പേരെന്താ? സഹൽ. കറക്റ്റ് ആൻസർ കേട്ടോ, മഴക്കാർ. അടുത്ത് ചോദിക്കട്ടെ. എല്ലാവർക്കും എല്ലാം അറിയാലോ. അതിനു മുമ്പ് നമുക്കൊരു ടീച്ചർ വിളിച്ചാലോ? ഇഷ്ട ടീച്ചർ ഏതാ? എല്ലാരും പിന്നോട്ട് പോകുന്നുണ്ടോ? ബാബു സാർ എല്ലാരും മുമ്പോട്ട് വിടുന്നുണ്ട് കേട്ടോ. മോളി ടീച്ചർ. ആരാ മോളി ടീച്ചർ? നിങ്ങൾ വന്നേ. നാണാണോ? ജാവോ ജൽദി ജാവോ എന്നൊക്കെ അവിടെ സാറ് പറയുന്നുണ്ട്. സാർ ഹിന്ദി ടീച്ചറാണോ? ഓ, മോളി ടീച്ചർ ഹിന്ദി ടീച്ചറാണോ? ആവോ ജൽദി ആവോ. ടീച്ചർ വന്നിട്ടില്ല, നമുക്ക് പകരം വേറെ ടീച്ചർ കിട്ടിയിട്ടുണ്ട്. ടീച്ചറുടെ പേര് വിജയ ടീച്ചർ. വിജയ ടീച്ചർ നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ടല്ലേ? ആണ്. അപ്പൊ എത്ര കാലമായി ടീച്ചർ ഇവിടെ? 29 വർഷം. 29. പാവം ടീച്ചറാണെന്ന് തോന്നുന്നല്ലോ. ഭയങ്കര കാവായിട്ടാ സംസാരിക്കുന്നേ. ആണോ? ടീച്ചർ എവിടുന്നാ വരുന്നേ? പട്ടവൻ തന്നെ. ഓക്കെ. ഇപ്പൊ ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്തതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്. നല്ല സ്കൂളാണ്. ടീച്ചേഴ്സും എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള ടീച്ചേഴ്സാണ്. കുട്ടികളും നല്ല മക്കൾ തന്നെ. ഒത്തൊരുമയിൽ പോകുന്നുണ്ട്. നല്ല സൗകര്യങ്ങളുണ്ട് സ്കൂളിലെല്ലാം. നല്ല സൗകര്യങ്ങളുള്ള സ്കൂളാണ്. ഒരുവിധം നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? താങ്ക് യു ടീച്ചർ. താങ്ക് യു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോട്ടെ. ആരും ആഗ്രഹിക്കാത്ത ജയം.
എടാ കള്ള വന്ന് ഇങ്ങോട്ട്. അവിടുന്ന് ഇത് ഞാൻ ആരെയും കൊടുക്കൂല, ഒറ്റത് വിളിച്ചത്. പരാജയാണ് കറക്റ്റ് ആൻസർ. പേരെന്താ? അനുദേവ്. കറക്റ്റ് ആൻസർ കേട്ടോ. താങ്ക് യു. നമുക്ക് ഒരു ടീച്ചറെ കൂടെ വിളിച്ചാലോ? നിങ്ങൾക്ക് ഏതെങ്കിലും ടീച്ചർക്ക് പണി കൊടുക്കണോ? ആ ആ സോന ടീച്ചർ നിങ്ങൾ വന്നേ. ടീച്ചർ ഒന്ന് പാത്രം കഴുകാൻ വന്നതായിരുന്നു, ഒന്ന് വെറുതെ ഒത്തി നോക്കിയതാ, പെട്ടു. അതാരാ സോന ടീച്ചർ എന്ന് പറഞ്ഞത്? ആ പണി ചോദിച്ചു മേടിച്ചതാ. ഇതാണല്ലേ സോന ടീച്ചർ. ടീച്ചർ എവിടുന്ന് വരുന്നേ? ഞാൻ ഏടോം നെരുവമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണല്ലേ? വരുന്നത്. ഞാനിവിടെ ലീവ് വേക്കൻസിൽ ഒരു മാസം മാത്രമായിട്ട് വന്നത്. അപ്പോഴത്തേക്ക് പണിയും കിട്ടി. അപ്പത്തേക്ക് പണി കിട്ടി. ഇതിൽ പറയുന്നത് സന്തോഷം അല്ലേ? അതെ, ഇപ്പൊ അതിലെ പാത്രം കഴുകി വെറുതെ പോയ ഞാനായിരുന്നു, പണിയെ വാങ്ങിച്ചു. വെറുതെ എത്തി നോക്കിയത് എന്താ ഇവിടെ കിട്ടി പണി. സോന ടീച്ചർ വിളിച്ച കുട്ടി ഇങ്ങ് വന്നേ, ഇങ്ങ വാ. അപ്പൊ പണി കൊടുക്കാൻ പറഞ്ഞ കുട്ടി ഇതാണ് കേട്ടോ. ശരിക്കും കണ്ടല്ലോ അല്ലേ? ഇനി ശരിക്കും കണ്ടോളും കേട്ടോ. അപ്പൊ മോൾ എന്നെ പണി കൊടുത്തോ. നമ്മളെ ഗെയിമെല്ലാം അറിയില്ലേ? ഒരക്ഷരം കൊടുത്തിട്ട് ഏർപ്പാട് അറിയില്ലേ? നിങ്ങൾക്ക് അറിയോ അത്? എല്ലാവർക്കും എല്ലാം അറിയാലോ. അക്ഷരം കൊടുക്കും ഈ കുട്ടി, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ എന്താ ആ ക്വസ്റ്റ്യന്റെ ആൻസർ മൊത്തം ആ അക്ഷരം വെച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. റെഡിയാണോ? ഏത് അക്ഷരം കൊടുക്കുന്നേ? എല്ലാം അങ്ങ് കണ്ട് വന്നേ. രണ്ടൊക്കെ ആയിട്ടുണ്ടല്ലേ? ആ ചോദ്യം ചോദിച്ചോ. പേരെന്താ? പേരെന്താ? റോസ്. റോസ്. ഞാൻ റോസ്. അടുത്ത വെച്ചോ. ഇഷ്ടപ്പെട്ട ഫുഡ്? റവയുടെ ഉപ്മാവ്. ഇഷ്ടപ്പെട്ട സ്ഥലം? റായ്പൂർ. എന്താ ചോദിച്ചോ? ചോദിച്ചോ. ടഫ് ചോദിക്കടാ, ഈസി ഒന്നും ചോദിക്കരുത് കേട്ടോ. മതി, പോരാ. പണി കൊടുക്കാൻ വിളിച്ചല്ലേ, ചോദിച്ചോ. ഇവിടെ വന്നിട്ട് എന്തെല്ലാം കാണുന്നുണ്ട്? ഇവിടെ വന്നിട്ട് പോയി ഇവിടെ വന്നിട്ട് നമ്മൾ ആൻസർ ഒക്കെ ചെയ്യില്ലേ എന്തെങ്കിലും. ഇവിടെ വന്നിട്ട് എന്താ? അപ്പൊ ഇവിടെ വന്നിട്ട് നല്ല സാധനം തുടങ്ങുക, അതുപോലെ തുടങ്ങിയതാ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത അപ്പൊ അതറിപ്പോയി, സാധനം കയ്യിൽ നിന്ന് പോയി. എന്നാലും സന്തോഷായോ? സന്തോഷായി. താങ്ക് യു. ക്ലാപ്പ് ചെയ്ത ടീച്ചർക്ക്. റാനെ കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞില്ലേ അല്ലേ? താങ്ക് യു. താങ്ക് യു. ഹാപ്പി അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത ആൾക്കാരെ മുന്നോട്ട് വിളിക്കട്ടെ. ആൻസർ ചെയ്ത ആൾക്കാരൊന്ന് മുന്നോട്ടേക്ക് വന്നേ. മൂന്ന്. ആടം എടുക്കാൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇനി നിങ്ങൾ ആരും ആൻസർ പറയാൻ പാടില്ല. ഇവരിൽ ആരാ ജയിക്കാൻ നമുക്ക് നോക്കാം. റെഡിയാണോ? അപ്പൊ ചോദിക്കട്ടെ. റെഡി? പേടിയുണ്ടോടാ? ഹോട്ട് സീറ്റിലാണോ നിങ്ങളുള്ളത്? ആണോ? അല്ല, പിന്നെ ചോദിക്കാം അല്ലെ. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാ? ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാ? അറിയോ? നല്ലോണം ആലോചിച്ചോ. അങ്ങനെ ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാ? ഞാൻ പറയണോ? തോറ്റോ? നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ടൈലർ. കറക്റ്റ് ആൻസർ ടൈലർ. ക്ലാപ്പ് ചെയ്തോ. ചോദിക്കട്ടെ നീ, പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി. ഞാൻ ആൻസർ പറഞ്ഞു. അല്ല, അതൊന്നല്ല. അറിയോ? പോക്കറ്റിൽ മിക്സ് ആയി പോയല്ലോ. പേനയിൽ ഒഴിക്കാൻ പറ്റുന്ന മഷി അറിയോ? ഞാൻ പറയട്ടെ, ആരെങ്കിലും അറിയോ? കൺമഷി. എല്ലാവർക്കും എല്ലാം അറിയാലോ. കൺമഷിയാണ് കറക്റ്റ് ആൻസർ. ഏറ്റവും ചെറിയ ഡ്രൈവർ പറഞ്ഞല്ലോ. സ്ക്രൂ ഡ്രൈവർ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് സാറിനെ വിളിച്ചാലോ? ആ സാറിന് ഒരു ഗെയിം കൊടുത്താലോ? സാർ ഒന്ന് വന്നേ. അപ്പൊ സാർ ആവോ ജൽദി ആവോ. കുഴപ്പമില്ല അല്ലേ? സാറിങ് വന്നോ. സാറിന്റെ പേര്? എന്റെ പേര് ഷാഫി, മുഹമ്മദ് ഷാഫി എന്നാണ്. എവിടുന്ന് വരുന്നു? പാപ്പിനിശ്ശേരി സ്ഥലം. പാപ്പിനിശ്ശേരി. എത്ര വർഷം ഇവിടെ? ഇവിടെ 2004 മുതലുണ്ട്. ആണല്ലേ? എക്സ്പീരിയൻസ് ഒന്ന് പറയോ? ഇതിലും തന്നെ കാടും മേടും മക്കളും മഴയും. കുട്ടികൾക്ക് ഇത് ഇങ്ങനെയൊക്കെ വന്നിരിക്കാനും പിന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാനൊക്കെയാണ് ഇഷ്ടം കൂടുതൽ. ക്ലാസ്സിലിരിക്കാനാണോ ഇഷ്ടം, നിങ്ങൾക്ക് പുറത്തിരിക്കാനാണോ? അപ്പോൾ ഇതാണ് അവരുടെ ലോകം. പുറമേന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി സന്തോഷമുണ്ട്. പിള്ളേർക്ക് അതെല്ലാം ഓർമ്മയുണ്ടാവും. അതെ. അപ്പോ ജയിച്ച ആള് തന്നെ ഗെയിം കൊടുത്തോട്ടെ. വാടാ, നീ കൊടുക്കണോ അങ്ങോട്ട്? നീ ഒരു അക്ഷരം കൊടുക്ക്, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോ. ഓക്കെ, അക്ഷരം കൊടുത്തോ.
അയ്യോ മലയാളത്തിലില്ല, എടുത്തു കളഞ്ഞു. മലയാളത്തിൽ സാർ ഏത് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു? അറബിക്കാണ്. ലാ കൊണ്ട് ഒന്നും തുടങ്ങാനും പറയാനും കഴിയില്ല. വേറെ ഒന്നും മാറ്റി പിടിക്കട കൂട്ടാ. ലായോ? ഈ കാച്ചാട്ടാത്തപ്പ ഇല്ല, ലാ മതിയല്ലടാ. ലാ ഫിക്സ്. ചോദിച്ചോ, ക്വസ്റ്റ്യൻ ചോദിച്ചോ. പേരെന്താണെങ്കിലും ചോദിക്കാൻ അങ്ങോട്ട്. ലാല് പേര് ലതീഷ്. ലതീഷ്. അയ്യോ, അനക്കുണ്ടായിരുന്നു സാർ. കളിയോ? ലോഡിക്കളി. അങ്ങനെ ഒരു കളിയുണ്ട് നമ്മളെ ചെറുപ്പത്തിലുണ്ട്, ഇപ്പൊ ഇല്ല അത്. ഇഷ്ടപ്പെട്ട ഫുഡിന്റെ പേര്? ഫുഡോ? ഫുഡ് തോറ്റില്ലേ? ഫുഡ് ലോട്ടിട്ടില്ല, അടുക്ക്. ലഞ്ഞിയും പയറും, വേറെന്താ പറയാ? തോറ്റു ലഞ്ഞി. അപ്പൊ നേരത്തെ കളിയും ഇല്ലാത്ത കളിയാകട്ടെ അല്ലേ? അപ്പൊ സാറ് തന്നെ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഇവനുള്ളതോ? കൺഗ്രാറ്റ്സ്. താങ്ക് യു. നല്ല പേര് പറച്ചില്ല. അനുദേവ്. 6ാം ക്ലാസ്സിലെ അനുദേവിന് ഞാനിങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അപാരമായ ലിംഗ്വിസ്റ്റിക് സ്കില്ലുള്ള ആളാണ്. ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻറ്റ്, നന്നായിട്ട് സംസാരിക്കും, പിന്നെ സംസാരപ്രിയനാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല കൗണ്ടർ ഉണ്ടാവും ക്ലാസ്സിൽ. ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ആ കൗണ്ടറിലുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കാൻ ഭയങ്കര രസം ഇവനൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പം നല്ല പിന്നെ വാക്ചാതുര്യമുള്ള ഒരു മോനാണ്. എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. നാളെ ഇതേ സ്കൂളിൽ വീണ്ടും കാണുന്നവരേക്കും മിസ് റിവിഷ, സീൽ ടിവി പ്രസൻസ് ധമാക സീസൺ 2 സൈനിങ് ഓഫ്. ബൈ ബൈ.